2025 സെപ്റ്റംബർ 21 കാബൂളിൽ നിന്നും ഡൽഹിയിലേക്ക് പറക്കാനൊരുങ്ങിയ KMR 4401 എന്ന വിമാനത്തിന് ആ ദിവസം ചരിത്രത്തിലെ അപൂർവമായൊരു യാത്ര രേഖപ്പെടുത്താനുണ്ടായിരുന്നു. ഒരു സാധാരണ യാത്രക്കാരുടെ വിമാനം, പക്ഷേ അതിൻ്റെ ചക്രങ്ങളുടെ അടിയിൽ ലോകമെമ്പാടും തലപൊക്കിപ്പോകുന്ന ഒരു കഥ ഒളിച്ചു കിടക്കുന്നു. 13 വയസ്സുകാരനായ ഒരു ബാലൻ അഹമ്മദ്. അവൻ്റെ കൈകളിൽ ഒന്നുമില്ല, പോക്കറ്റിൽ ഒരു നാണയം പോലുമില്ല. പക്ഷേ ഹൃദയത്തിൽ തീ പിടിച്ച സ്വപ്നം, ഞാൻ രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും പറക്കണം. കാബൂളിലെ പുലർച്ച, സുരക്ഷാ വേലിക്കെട്ടിന്റെ സമീപം അവിടെ തന്നെ നിന്നുകൊണ്ട് അവൻ മണിക്കൂറുകളോളം നോക്കി നിന്നു. വിമാനം തയ്യാറാവുന്ന കാഴ്ച, സൈനികരുടെ നടപ്പ്, ഗാർഡുകൾ തമ്മിലുള്ള സംസാരങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു അവൻ. പെട്ടെന്ന് ശ്രദ്ധ ക്ഷണിക്കാതെ വേലിക്കെട്ട് കടന്ന് അവൻ ഓടുന്നു. ഹൃദയം കുത്തനെ തുളുമ്പുന്ന ശബ്ദം തന്നെ ചെവിയിൽ മുഴങ്ങുന്നു. ഇന്നാണ് എൻ്റെ ആ അവസരം. വിമാനത്തിന്റെ ചക്രങ്ങളിലേക്ക് അവൻ പതുങ്ങി. ഒളിച്ചു കയറാൻ സാധിച്ചു. അതായിരുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചുവടുവെപ്പ്. വീൽവെല്ലിനുള്ളിൽ കടന്നപ്പോൾ അവിടെയുണ്ടായിരുന്നത് അനന്തമായ ഇരുട്ട്. ചൂടോ വായുവോ ഒന്നുമില്ല. എണ്ണയുടെ ഗന്ധം മാത്രം, മെറ്റലിന്റെ കാഠിന്യവും മാത്രം. ഈ 13കാരന്റെ ഹൃദയത്തിൽ എന്താണ് അപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഭയം, വിറയൽ, കരച്ചിൽ, എല്ലാം. പക്ഷെ ജീവിക്കാനുള്ള ദാഹം അതിനേക്കാൾ വലുതായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്തു. റൺവേയിലൂടെ ഗർജിച്ച് മുന്നേറുമ്പോൾ അവന്റെ ശരീരം മുഴുവനും വിറച്ചു. ചക്രങ്ങൾ തിരിഞ്ഞു. ശക്തമായ കാറ്റിന്റെ പ്രഹാരം മുഖത്ത് തട്ടിയപ്പോൾ അവൻ കണ്ണടച്ചു പിടിച്ചു. പിന്നെ പെട്ടെന്ന് ചക്രങ്ങൾ മടക്കി കയറി. അവന്റെ ശരീരം അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. ഇപ്പോൾ അവൻ പൂർണ്ണമായും ഇരുട്ടിനകത്ത് ശ്വാസം മുട്ടുന്നു. താപനില താഴുന്നു. ഓക്സിജൻ കുറയുന്നു. -20 ഡിഗ്രി, -30 ഡിഗ്രി. ശാസ്ത്രം പോലും പറയുന്നത് അത്തരം സാഹചര്യത്തിൽ മനുഷ്യൻ കുറച്ച് മിനിറ്റിൽ മാത്രമായിരിക്കും ജീവിച്ചിരിക്കുക. പക്ഷേ അഹമ്മദ് മരിച്ചില്ല. അവന്റെ മനസ്സിൽ അമ്മയുടെ മുഖം തെളിഞ്ഞു. ഞാൻ തിരിച്ച് ജീവനോടെ എത്തുമോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ അവസാനിക്കുമോ? കണ്ണുനീർ തുള്ളി വീണു. പക്ഷേ അത് ഉടനെ മഞ്ഞായി. 96 മിനിറ്റുകൾ. ഓരോ മിനിറ്റും ഒരു യുദ്ധം പോലെ, ഓരോ ശ്വാസവും ഒരു പരീക്ഷണം പോലെ. മരണം അവന്റെ അടുത്തിരുന്നു. പക്ഷേ ജീവിക്കാനുള്ള ദാഹം അവനെ പിടിച്ചിരുന്നു. 8:20 കാബൂളിൽ നിന്നും പറന്ന വിമാനം 10:20 ഡൽഹിയിലെ ടെർമിനൽ 3-ൽ ഇറങ്ങി. വിമാനത്തിന്റെ അറ തുറന്നപ്പോൾ അവിടെ കണ്ടത് വിറച്ചു നിന്ന 13കാരൻ. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവനെ പിടിച്ചു. അവൻ വിറച്ചു കരഞ്ഞു. എനിക്ക് ഇറാനിലേക്ക് പോകണമെന്നായിരുന്നു, തെറ്റി വന്നത് ഇവിടേക്കാണെന്ന് പറഞ്ഞു. അന്വേഷണത്തിൽ മനസ്സിലായത് അവനൊരു കുട്ടി മാത്രമാണ് അതിനുള്ളിലുണ്ടായിരുന്നത്. അവന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോവുകയായിരുന്നുവെങ്കിലും വിധി അവനെ പിടിച്ചു നിർത്തി. നിയമ നടപടികളൊന്നുമില്ല. പക്ഷെ ഈ സംഭവം ലോകത്തെ മുഴുവൻ കണ്ണു തുറപ്പിച്ചു. കാബൂൾ എയർപോർട്ടിലെ സുരക്ഷയെ ചോദ്യം ചെയ്തു. ഒരു 13കാരന്റെ ജീവനെപ്പോലും നഷ്ടപ്പെടുമായിരുന്നുവല്ലോ. അഹമ്മദ് ഒരു പേരു മാത്രമല്ല, ഒരു പ്രതീകമാണ്. മരണത്തിന്റെ അറയിൽ നിന്നുയർന്നൊരു അതിജീവി. അവന്റെ കഥ നമ്മോട് പറയുന്നത് ഒരേയൊരു സത്യം മാത്രമാണ്: മരണത്തോടും പോരാടാം, ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ.